രാഘവന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പോലീസ് ഇത്ര വേഗം തന്നെ തിരിച്ചറിഞ്ഞു. ഇനി രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കരുത്. നൗ യു ആർ കംപ്ലീറ്റ്ലി അണ്ടർ മൈ കൺട്രോൾ. മണിശങ്കർ റിവോൾവറിന്റെ ബാരൽ രാഘവന്റെ പുരികങ്ങൾക്കിടയിലായി നെറ്റിയോട് അമർത്തി. തന്റെ ശരീരത്തിൽ ഒരു വിറയിലുണ്ടായത് രാഘവൻ അറിഞ്ഞു. അയാൾക്ക് ഒരക്ഷരം ശബ്ദിക്കാനായില്ല. അങ്ങനെ തരിച്ചു നിൽക്കുമ്പോൾ മണിശങ്കർ കൈവിലങ്ങിന്റെ ഒരഗ്രം രാഘവന്റെ വലതു കൈയിൽ മുറുക്കി. അടുത്ത ഭാഗം തന്റെ ഇടതു കൈയിലും. രാഘവൻ അപ്പോഴും ഇത് കർത്തിവതാമൂടനായി നിൽക്കുകയായിരുന്നു. മൂവ്! മണിശങ്കറുടെ ശബ്ദം അയാളെ ഞെട്ടിച്ചു. രാഘവൻ എസ്.പിയുടെ മുഖത്തേക്ക് നോക്കി. സർ. ഷട്ടപ്പ്! ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാത്രം. ആഭ്യന്തരമന്ത്രിയെ വധിക്കാൻ നിനക്ക് തോന്നിയതിന്റെ മുഴുവൻ കാരണങ്ങളും മണി പോലെ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. മണിശങ്കർ മുന്നോട്ട് നടന്നു. സർ, എൻ്റെ ഭാര്യ, കുഞ്ഞ്. തറയിൽ പടർന്നിരിക്കുന്ന ചോരയിലായിരുന്നു അപ്പോഴും രാഘവന്റെ കണ്ണുകൾ. മണിശങ്കർ തിരിഞ്ഞതും ഒറ്റയടി. രാഘവൻ വേച്ച് തറയിലേക്ക് വീഴാൻ ഭാവിച്ചപ്പോൾ മണിശങ്കർ അയാളുടെ കീറി പറഞ്ഞ ഷർട്ടിൽ പിടിച്ചു നിർത്തി. കഠിനമായ പനിയുള്ളവനെ പോലെ അയാളുടെ ശരീരം കിടുങ്ങി വിറയ്ക്കുന്നുണ്ടെന്ന് മണിശങ്കറിന് തോന്നി. കണ്ണുകൾ പിന്നോട്ട് മറിയുന്നത് പോലെ. നടക്ക്! രാഘവനുമായി മണിശങ്കർ മുറ്റത്തെത്തുമ്പോൾ അവിടെ കുറെ പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നു. പൊടുന്നനെ രാഘവൻ ബോധമറ്റ് താഴെ വീണു. ഞെട്ടിയത് മണിശങ്കറാണ്. തന്റെ കയ്യിൽ നിന്നും വിലങ്ങ് അഴിച്ചു മാറ്റി. പോലീസുകാർ ഓടി വന്നു. കുറച്ച് വെള്ളം കൊണ്ടുവാ, മണിശങ്കർ പറഞ്ഞു. ഒരാൾ ഓടിപ്പോയി രാഘവന്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു പാത്രത്തിൽ വെള്ളവുമായി വന്നു. പക്ഷേ അത് മുഖത്ത് തളിച്ചിട്ടും രാഘവൻ ഉണർന്നില്ല. മണിശങ്കർ അയാളുടെ നാടി പിടിച്ചു നോക്കി. അത് തീരെ ദുർബലമാകുകയാണെന്ന് തോന്നി. ഉടനെ ഏതെങ്കിലും ഡോക്ടറുടെ അടുത്ത് എത്തിച്ചില്ലെങ്കിൽ ഇയാൾ മരിച്ചു പോയേക്കും. അങ്ങനെ സംഭവിച്ചാൽ ആഭ്യന്തരമന്ത്രിയുടെ കൊലപാതക രഹസ്യവും അതോടെ മണ്ണടിഞ്ഞേക്കാം. അത് പാടില്ല. മണിശങ്കർ ചാടി എണീറ്റു. പോലീസുകാർ ആ ശരീരം താങ്ങിയെടുത്ത് ജിപ്സിയിൽ കയറ്റി. ഒപ്പം രണ്ടുപേരും കയറി. മണിശങ്കർ ഡ്രൈവിംഗ് സീറ്റിലെത്തി. ചിറക് മുളച്ചതുപോലെ ജിപ്സി പറന്നു. MT ഹോസ്പിറ്റൽ. 4ാം നിലയിലെ ഒരു മുറിയിൽ അപ്പോഴും സ്വബോധം വീണ്ടുകിട്ടാതെ രാഘവൻ കിടപ്പുണ്ടായിരുന്നു. അയാളുടെ കൈത്തണ്ടയിലേക്ക് ഗ്ലൂക്കോസും രക്തവും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നഴ്സ് അയാളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ മാത്രമായി അവിടെ ഉണ്ടായിരുന്നു. SP മണിശങ്കറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം. ഇപ്പോൾ ഒരു VIP വിലപിടിപ്പുള്ളവനാണ് രാഘവൻ. അതുകൊണ്ട് തന്നെ മുറിയുടെ വാതിൽക്കൽ ആയുധധാരികളായ 2 പോലീസുകാരെ ഡ്യൂട്ടിക്കിട്ടിട്ടുണ്ട്. രാഘവന് ജീവൻ തിരിച്ചു കിട്ടുവാൻ 25% സാധ്യത മാത്രമേ ഉള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. 24 മണിക്കൂറെങ്കിലും കഴിയാതെ ഒന്നും പറയാനാവില്ല. തോളിലാണ് വെടിയുണ്ട കയറിയതെങ്കിലും അത് ഇത്രയും നേരം കൊണ്ട് മാരകമായി തുടങ്ങിയിരുന്നു. രക്തം വളരെയധികം നഷ്ടമായ രാഘവൻ ഇത്രയും നേരമായിട്ടും മരിക്കാതിരുന്നത് എന്നാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് ഡോക്ടർ പറഞ്ഞു. സമയമെഴിഞ്ഞു നീങ്ങി. സൂര്യൻ പശ്ചിമാമ്പരത്തിൽ ചുവന്ന കനൽക്കട്ട പോലെ തിളങ്ങി. മണിശങ്കർ വീണ്ടും വന്നു. രാഘവന് ബോധം വീണിരുന്നില്ല. അയാൾ കണ്ണു തുറന്നാലുടനെ തന്നെ വിവരം അറിയിക്കണമെന്ന് ആശുപത്രി അധികൃതരോട് പറഞ്ഞിട്ട് മണിശങ്കർ മടങ്ങിപ്പോയി. പുറത്തു നിന്നെത്തുന്ന ആരെയും രാഘവന്റെ അടുത്തേക്ക് വിടരുതെന്നും മണിശങ്കർ കർശനമായി നിർദ്ദേശിച്ചിരുന്നു. രാത്രി കനത്തു. ഹോസ്പിറ്റൽ നിശബ്ദതയിലാണ്ട് തുടങ്ങി. ഏതോ ഒരു വാർഡിൽ നിന്ന് ഒരു സ്ത്രീയുടെ അടക്കി പിടിച്ച നിലവിളി അവ്യക്തമായി ഉയർന്നു. ഡോക്ടർ സത്യനേശൻ തന്റെ ഡ്യൂട്ടി റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനാണ് രാഘവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ സ്പെഷ്യൽ ഡ്യൂട്ടി. മന്ത്രിതലത്തിൽ നിന്ന് തന്നെ നേരിട്ടെത്തിയ ഉത്തരവാണ്. ഡോക്ടർക്ക് 55 വയസ്സോളമായി. എന്നാലും കണ്ടാൽ അത്രയും പറയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയാണ് സത്യനേശന്റെ ക്വാർട്ടേഴ്സ്. ഭാര്യയും 2 പെൺമക്കളുമുണ്ട്. 2 പേരും കോളേജിൽ പഠിക്കുന്നു. ഫോൺ ശബ്ദിച്ചു. ഡോക്ടർ അറ്റൻഡ് ചെയ്തു. യെസ്, സത്യനേശൻ. അപ്പുറത്ത് ഭാര്യയായിരുന്നു. ചേട്ടൻ അത്യാവശ്യമായി ഇവിടെ വരെ ഒന്ന് വരണം. ഉടനെ തിരിച്ചു പോകാം. ഭാര്യയുടെ ശബ്ദത്തിൽ പരിഭ്രാന്തി കലർന്നിട്ടുണ്ടെന്ന് ഡോക്ടർക്ക് തോന്നി. എന്താ ശാരദ, എന്തുണ്ടായി? അതിന് മറുപടി കിട്ടിയില്ല. അപ്പുറത്ത് റിസീവർ ക്രാഡിലിൽ വെച്ചിരുന്നു. ഡോക്ടറുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. അരുതാത്തതെന്തോ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ. പെട്ടെന്ന് ഡോക്ടർ എണീറ്റു. മേശവലിപ്പിൽ നിന്നും മാരുതിയുടെ ചാവി എടുത്തു. ധൃതിയിൽ പുറത്തേക്ക് നടക്കുമ്പോൾ ഡ്യൂട്ടി നഴ്സ് അങ്ങോട്ട് കടന്നു വന്നു. ഡോക്ടർ, അവൾ എന്തോ പറയുവാൻ ഭാവിച്ചു. ഞാൻ ഉടൻ വരും, പിന്നീട് സംസാരിക്കാം. ഡോക്ടർ അതിവേഗം നടന്നു പോകുന്നത് നോക്കി നഴ്സ് ചുളിഞ്ഞ നെറ്റിയോടെ നിന്നു. 2 മിനിറ്റ് കൊണ്ട് മാരുതി അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിന് മുന്നിലെത്തി.
അവിടെ നീല ചായം അടിച്ച ഒരു വാൻ കിടന്നിരുന്നു. അതാരുടെയാവും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഡോക്ടർ കാറിൽ നിന്നിറങ്ങിയത്. വീടിന്റെ പ്രധാന വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പരിഭ്രമത്തോടെ ബന്ധപ്പെട്ട് ഓടിയാണ് ഡോക്ടർ അകത്തേക്ക് ചെന്നത്. വിസിറ്റിംഗ് റൂമിലേക്ക് കാൽകുത്തിയ ഡോക്ടർ സത്യനേശൻ വൈദ്യുതാഘാതമേറ്റതുപോലെ പിടഞ്ഞുപോയി. ശാരദേ! നിലവിളി തൊണ്ടയിൽ കുരുങ്ങി. ഒന്നും മിണ്ടാനാവാതെ അദ്ദേഹം സ്തംഭിച്ചു നിന്നു. ശാരദ ഒരു കസേരയിൽ ബന്ധിക്കപ്പെട്ട നിലയിലിരിക്കുന്നു. അവർ ശബ്ദിക്കാതിരിക്കാൻ വായ്ക്ക് മുകളിൽ വീതിയുള്ള പ്ലാസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ശാരദയുടെ തൊട്ടരികിൽ സെറ്റിയിൽ ജീൻസും ബനിയനും ധരിച്ച ഒരു മനുഷ്യൻ. അയാൾ കാലുകൾ ഉയർത്തി ടീപ്പോയിൽ വെച്ച് അലക്ഷ്യമായി എന്തോ ചവച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ സത്യനേശൻ കടന്നു ചെന്നതുപോലും അയാൾ ശ്രദ്ധിച്ചില്ല. ഡോക്ടറെ കണ്ടപ്പോൾ ശാരദയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അറിയാതെ അവർ ഫാനിലേക്ക് നോക്കി. അപ്പോഴാണ് ഡോക്ടറും അത് കണ്ടത്. ഫാനിൽ സാരി പിരിച്ച് ഒരു കുരുക്കുണ്ടാക്കിയിട്ടിരിക്കുന്നു. തൂക്കിക്കൊല്ലുവാൻ ആരാച്ചാർ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കുരുക്കുപോലെ. തൻ്റെ പിന്നിൽ ഒരു ചലനം. ഡോക്ടർ ഞെട്ടിത്തിരിഞ്ഞു. അവിടെയും അപരിചിതനായ ഒരാൾ. ആ മനുഷ്യൻ അകത്തേക്ക് കടന്നു വന്ന് പുറംകാൽ കൊണ്ട് തട്ടി വാതിലടച്ചു. തൻ്റെ മക്കൾ എവിടെയെന്ന് ഡോക്ടർ ഉത്കണ്ഠയോടെ ചിന്തിച്ചു. അപ്പോൾ അകത്തെ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. രേഷ്മയെയും രശ്മിയെയും തോക്കു ചൂണ്ടി രണ്ടുപേർ പുറത്തേക്ക് കൊണ്ടുവന്നു. ഡാഡി! ഡോക്ടറെ കണ്ടതും പെൺകുട്ടികൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുന്നോട്ടാഞ്ഞു. തോക്കുമായി നിന്നവർ അവരെ പിടിച്ചു നിർത്തി. തോക്കുകളുടെ ബാരലുകൾ ശിരസുകളിൽ അമർന്നു. അനങ്ങിപ്പോകരുത്, ശബ്ദിക്കരുത്. വെടിയുണ്ടകൾ കയറിയാൽ തലയോടുകൾ തണ്ണിമത്തം പോലെ ചിതറിപ്പോകും. ഒരുവൻ മുന്നറിയിപ്പ് നൽകി. മരണം പോലെ തണുത്തതായിരുന്നു ആ ശബ്ദം. പിടിച്ചു നിർത്തിയെടുത്തു നിന്നും പെൺകുട്ടികൾ അനങ്ങിയില്ല. ആരാണ് നിങ്ങൾ? എന്ത് അക്രമമാണ് ഈ കാണിക്കുന്നത്? ധൈര്യം സംഭരിച്ച് സത്യനേശൻ ചോദിച്ചു. ടീപ്പോയിലേക്ക് കാലുകൾ ഉയർത്തി വെച്ചിരുന്ന മനുഷ്യൻ തലയുയർത്തി. നീട്ടി വളർത്തിയ താടിയും മുടിയുമായിരുന്നു അയാളുടേത്. അയാളുടെ ഒരു കാതിൽ ശൂലത്തിന്റെ ആകൃതിയിലുള്ള കമ്മൽ കിടന്നാടി. അത്ഭുതം ഭാവിച്ചുകൊണ്ട് ആ മനുഷ്യൻ ടീപ്പോയിൽ നിന്നും കാലെടുത്തു. ഡോക്ടർ സത്യനേശൻ, താങ്കൾ എപ്പോൾ വന്നു? ഒരുപാട് നേരമായോ? ഡോക്ടർ കോപാക്രാന്തനായി മുന്നോട്ടെടുത്തു. റാസ്കൽ, നിന്നെ ഞാൻ! പൊടുന്നനെ പിൻകഴുത്തിൽ ഒരു ലോഹക്കുഴൽ മുട്ടി. അവിവേകം കാണിക്കരുത് ഡോക്ടർ. സ്വയം മരണത്തെ സ്വീകരിക്കരുത്, വാതിലടച്ച മനുഷ്യൻ പറഞ്ഞു. എൻ്റെ ഭാര്യയെയും മക്കളെയും വിട്ടിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസോ? ശൂലത്തിന്റെ ആകൃതിയിലുള്ള കമ്മൽ ധരിച്ചവൻ എണീറ്റു. കീശയിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തു. അതിൽ നിന്ന് ഇത്തിരി വെളുത്ത പൊടി ഇടത് കൈവെള്ളയിലേക്ക് വീഴ്ത്തിയിട്ട് മൂക്കിലേക്ക് വലിച്ചെടുത്തു. അയാളുടെ കണ്ണുകൾ പെട്ടെന്ന് ചുവന്നു. മുടിയിഴകൾ ഇളകി. കാക്കിയിട്ട ഒരു കൂട്ടം ഇരുകാലി മൃഗങ്ങളുടെ പേരല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞത്? പോലീസ് എന്ന്? അവന്മാര് വന്ന് ഞങ്ങൾ എന്നാ കാട്ടാനാ ഡോക്ടറെ? കക്ഷത്തിലെ പൂട ചരച്ചു കളയുമോ? പരിഹാസഭാവത്തിലായിരുന്നു ചോദ്യം. ആ മനുഷ്യൻ ഡോക്ടറുടെ സമീപത്തേക്ക് നടന്നു വന്നു. ഡോക്ടറുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. നമ്മൾ ഈ നിമിഷം വരെ ശത്രുക്കളായിട്ടില്ല ഡോക്ടർ. ഇനിയും ശത്രുക്കളാകരുന്നത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയായ ഇരുകൂട്ടർക്കും നേട്ടമുണ്ട്. അതിന് ഡോക്ടർ ഒരുക്കമല്ലെങ്കിൽ മുഴുവൻ നഷ്ടങ്ങളും നിങ്ങൾ ഒരാൾ തന്നെ താങ്ങേണ്ടി വരും. അയാൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഡോക്ടർ സത്യനേശന് മനസ്സിലായില്ല. ആ മനുഷ്യൻ വികൃതമായ ഒരു ചിരിയോടെ തുടർന്നു. ഫാനിൽ തൂങ്ങിക്കിടക്കുന്ന കുരുക്ക് കണ്ടോ? എന്നെ അനുസരിക്കാത്ത പക്ഷം നിങ്ങളുടെ ഭാര്യ അതിൽ കിടന്ന് പടഞ്ഞു മരിക്കും. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ. നിങ്ങളുടെ പെൺമക്കളുടെ ഉടുതുണികൾ ഞങ്ങൾ ഉരിയും. വെറുതെ കാണാനായിട്ടല്ല, ആ ശരീരം കൊണ്ട് ഞങ്ങൾക്ക് ചില ഗുണങ്ങളൊക്കെയുണ്ട്. പെൺകുട്ടികൾ കാതുപൊത്തി. ഡോക്ടർ എല്ലാം മറന്നലറി. ഷട്ട് അപ്പ് യു ബാസ്റ്റർഡ്! ആ മനുഷ്യന് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. ഡോക്ടർ അയാളുടെ കോളറിൽ കുത്തിപ്പിടിച്ച് കുലുക്കി. എൻ്റെ ഭാര്യയോ മക്കളെയോ തൊട്ടാലുണ്ടല്ലോ, താനൊരു പുല്ലും ചെയ്യില്ല. അയാൾ ഡോക്ടറുടെ പിടി ബലമായി വിടുവിച്ചുകൊണ്ട് പറഞ്ഞു. മര്യാദയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ... അയാൾ ഒന്ന് കൈഞ്ഞൊടിച്ചു. അതുവരെ അപ്പുറത്തെങ്ങോ ആയിരുന്ന രണ്ടുപേർ കൂടി എത്തി. അവർ ശാരദയെ കസേരയിൽ നിന്ന് മോചിപ്പിച്ചു. അവരുടെ ശിരസ് ബലമായി ഫാനിലുണ്ടായിരുന്ന കുരുക്കിലേക്ക് തള്ളിക്കയറ്റി. വായ്ക്ക് മുകളിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചത് കാരണം ശാരദയ്ക്ക് നിലവിളിക്കാൻ കൂടി കഴിഞ്ഞില്ല. അവർ ദയനീയമായി ഭർത്താവിനെ നോക്കി. മുന്നോട്ട് കുതിക്കാൻ തുടങ്ങിയ ഡോക്ടറും പെൺമക്കളും തോക്കിൻ മുന്നിൽ നിന്ന് വിറച്ചു. ശാരദയുടെ കഴുത്തിൽ കുരുക്ക് മുറുകി.
യെസ്, നീണ്ട മുടിയുള്ളവൻ പറഞ്ഞു. ശാരദയെ പിടിച്ചുകൊണ്ടു നിന്നവർ പിടിവിട്ടു. സാരി മുറുകി. ശാരദ അതിൽ കിടന്ന് പിടഞ്ഞു. വല്ലാത്ത അനുഭവമായിരുന്നു അത്. തൂങ്ങി മരിച്ചവരെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഒരാൾ തൂങ്ങി മരിക്കുവാൻ തുടങ്ങുന്നത് ആദ്യമായി കാണുകയായിരുന്നു ഡോക്ടർ സത്യനേശൻ. ശാരദേ! അദ്ദേഹം അലറിക്കരഞ്ഞു. മുന്നോട്ട് ഓടിയെത്തണമെന്നും അവളെ രക്ഷിക്കണമെന്നും സത്യനേശനുണ്ടായിരുന്നു. പക്ഷേ അവർ വിട്ടില്ല. മക്കളുടെ അവസ്ഥയും വ്യത്യസ്തമല്ലായിരുന്നു. പെൺകുട്ടികൾ നിലവിളിച്ചപ്പോൾ അവർ തോക്കുകൾ വായിലേക്ക് കുത്തിക്കയറ്റി. ശാരദ സാരിത്തുമ്പിൽ കിടന്ന് പിടഞ്ഞു. കൈകൾ കൊണ്ടവൾ സ്വന്തം ശരീരം അള്ളിപ്പറിച്ചു. കണ്ണുകൾ ഇപ്പോൾ തുറിക്കും. സെക്കൻഡുകൾക്കുള്ളിൽ ശാരദ മരിക്കും. ഡോക്ടർ നടുങ്ങി. ആ മുറിയിലുണ്ടായിരുന്ന സകല വസ്തുക്കളും അദ്ദേഹത്തിന് ചുറ്റും കീഴ്മേൽ മറിഞ്ഞു. കൊല്ലരുത് അവളെ, നിങ്ങൾ പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാം. അതുവരെ കൗതുകപൂർവ്വം ശാരദ പിടന്നത് നോക്കി നിൽക്കുകയായിരുന്ന കമൽ തലയിളക്കി. ഉറപ്പാണല്ലോ? അതെ. അയാൾ കൈഞ്ഞൊടിച്ചയുടൻ രണ്ടുപേർ ശാരദയുടെ ശരീരം മേൽപോട്ടുയർത്തി. എന്നിട്ടും അവളുടെ പിടച്ചിൽ നിന്നില്ല. സാരി ഓർത്ത് ശരീരം താഴെ ഇറക്കി. കഴുത്തിൽ മുറുകിയ കുരുക്ക് അഴിച്ചു മാറ്റി. പക്ഷെ അപ്പോഴേക്കും ശാരദ അബോധാവസ്ഥയിലായി കഴിഞ്ഞിരുന്നു. നിങ്ങളുടെ ഭാര്യ മരിച്ചിട്ടില്ല ഡോക്ടർ, വേണമെങ്കിൽ പരിശോധിക്കാം. ശൂലത്തിന്റെ ആകൃതിയിലുള്ള കമ്മൽ ധരിച്ചവൻ നിർദ്ദേശിച്ചു. അത് കേൾക്കാത്ത താമസം ഡോക്ടർ ഭാര്യയുടെ അരികിൽ ഓടി അണഞ്ഞു. അവളുടെ നാടി പിടിച്ചു നോക്കി. ഈശ്വരൻ രക്ഷിച്ചു. അദ്ദേഹം അവളുടെ മുഖത്തു നിന്നും പ്ലാസ്റ്റർ വലിച്ചു പറിച്ചു കളഞ്ഞു. ശാരദയുടെ നെഞ്ച് വല്ലാതെ ഉയരുകയും താഴുകയും ചെയ്തു. ഡോക്ടർ സത്യനേശൻ ഫ്രിഡ്ജിൽ നിന്ന് കുറെ തണുത്ത ജലമെടുത്ത് ഭാര്യയുടെ മുഖത്ത് തളിച്ചു. അവർ ഒന്ന് ഞരങ്ങി. കുറെ വെള്ളം തന്റെ വായിലേക്ക് ഒഴിച്ച് അദ്ദേഹം ആർത്തിയോടെ കുടിച്ചു. പിന്നെ ദയനീയമായി കമൽദാരിയെ നോക്കി. എന്റെ മക്കളെ എങ്ങനെ വിഷമിപ്പിക്കാതിരിക്കാൻ അവരോട് പറയൂ. അയാൾ ആംഗ്യം കാട്ടിയ ഉടൻ പെൺകുട്ടികൾ മോചിക്കപ്പെട്ടു. രശ്മിയും അമ്മയുടെ അരികിലേക്ക് ഓടി വന്നു. ഡോക്ടർ, എണീക്ക്, ഞങ്ങൾക്ക് സമയം വളരെ കുറവാണ്. ഡോക്ടർ സത്യനേശൻ അനുസരിച്ചു. കമൽദാരി സെറ്റിയിലിരുന്നു. ഡോക്ടറും ഇരിക്ക്. അദ്ദേഹം ഇരുന്നു. ഇനിയിപ്പോ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. അങ്ങയുടെ ഒരു പേഷ്യന്റ് ഇപ്പോൾ അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ടല്ലോ, ഒരു രാഘവൻ. ആരൊക്കെ പറഞ്ഞാലും അവന്റെ സ്വബോധം ഇനി വീണ്ടും കിട്ടിക്കൂടാ. ഡോക്ടർ സത്യനേശൻ ഞെട്ടിവിറച്ചു. അത് ശ്രദ്ധിക്കാതെ ആ മനുഷ്യൻ തുടർന്നു. താങ്കൾ എന്താണ് ആലോചിക്കുന്നത്? പറ്റുമോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. ഡോക്ടർ അയാളെ ദയനീയമായി നോക്കി. ഞാൻ സമയം വൈകുന്നു. നിങ്ങൾക്ക് ജോലി ഏൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ നിന്ന് ഉടൻ പോകണം. അയാൾക്ക് ബോധം വീണ്ടും കിട്ടുന്നതിന് മുമ്പ് തന്നെ. അല്ലെങ്കിൽ പിന്നെ അതൊരു തലവേദനയായി തീരും. കമൽദാരി തന്റെ മക്കളെ ആർത്തിയോടെ നോക്കുന്നത് കണ്ടപ്പോൾ ഡോക്ടർ സത്യനേശൻ അയാൾ പറയുന്നത് ചെയ്യാമെന്ന് സമ്മതിച്ചു. ഞാൻ ചെയ്യാം. വെരി ഗുഡ് ഡോക്ടർ. എങ്കിലിനി സമയം കളയാനില്ല, താങ്കൾക്ക് പോകാം. നിങ്ങൾ കൃത്യം നടന്നു കഴിഞ്ഞുവെന്ന് ഉറപ്പായാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസാന്തരമുണ്ടായി വാക്ക് മാറ്റിക്കളഞ്ഞാലോ? ഡോക്ടർക്ക് ഭീതി തോന്നി. ഈ കശ്മലന്മാർക്കിടയിൽ തന്റെ ഭാര്യയും കുട്ടികളും. പേടിക്കണ്ട ഡോക്ടർ, കമൽദാരി പറഞ്ഞു. നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളാം. ഡോക്ടർക്ക് മടങ്ങുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഹോസ്പിറ്റലിൽ തിരികെ എത്തിയ ഡോക്ടർ സത്യനേശൻ ഒരു ഭ്രാന്തനെ പോലെയാണ് തന്റെ മുറിയിൽ വന്നു കയറിയത്. ഇത്രയും കാലത്തെ സർവീസിനിടയിൽ അറിഞ്ഞുകൊണ്ട് ഒരു രോഗിയെ പോലും കൊന്നിട്ടില്ല. ദൈവം നൽകിയ ജീവൻ തിരിച്ചെടുക്കുവാൻ മനുഷ്യന് അധികാരമില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരുന്നു സത്യനേശൻ. എങ്കിലും ഇത് തന്റെ ജീവന്റെ പ്രശ്നമാണ്, കുടുംബ പ്രശ്നമാണ്. വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞിട്ടായാലും പ്രവർത്തിച്ചേ പറ്റൂ. ഡോക്ടർ തന്റെ ഷെൽഫിനുള്ളിൽ നിന്ന് സാമ്പിൾ ബോട്ടിലുകൾക്കിടയിൽ ഏതോ മരുന്ന് തിരയുവാൻ തുടങ്ങി. അതിനിടെ അസ്വസ്ഥമായി ഒരു സിഗരറ്റിന് തീ കൊളുത്തി. 5 മിനിറ്റ് നേരത്തെ തെരച്ചിലിന് ശേഷമാണ് അത് കണ്ടെത്താൻ കഴിഞ്ഞത്. ഒരു ചെറിയ ബോട്ടിൽ. അത് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് വിറച്ചു. ഒരു നിമിഷം ഡോക്ടർ സത്യനേശൻ കണ്ണുകൾ പൂട്ടി നിന്ന് പ്രാർത്ഥിച്ചു. ഈശ്വരന്മാരെ പൊറുക്കണേ, മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ടാണ്. അപ്പോഴാരോ വാതിലിൽ തട്ടി. പ്രാർത്ഥന മുറിഞ്ഞു. ഡോക്ടർ തിടുക്കത്തിൽ മരുന്നുകുപ്പി കോട്ടിന്റെ കീശയിലേക്ക് ഇട്ടു. യെസ്. ശബ്ദത്തിൽ പതർച്ചയുണ്ടായി. അകത്തേക്ക് ഒരു കാക്കിധാരി കടന്നു വന്നു. മണിശങ്കർ. അയാൾ ഡോക്ടറെ നോക്കി ചിരിച്ചു. ഡോക്ടർ എന്താ വിളറി നിൽക്കുന്നത്? ഏയ്. ഡോക്ടർ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് വിഫലമായതേയുള്ളൂ.
മണിശങ്കർ അത് ശ്രദ്ധിച്ചെന്ന് തോന്നി. ഡോക്ടർ കസേരയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. നോ താങ്ക്സ്, SP പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റൽ പരിസരത്തൊക്കെയുണ്ട്. രാഘവൻ കണ്ണു തുറന്നാൽ ഉടനെ എന്നെ അറിയിക്കണം. അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. SP തിരിഞ്ഞു നടന്നു. വാതിൽക്കൽ എത്തിയിട്ട് തിരിഞ്ഞു നിന്ന് ഇത്രയും കൂടി പറഞ്ഞു. ഇവിടെ രാഘവൻ സുരക്ഷിതനായിരിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാമല്ലോ? ഓഫ് കോഴ്സ്. താങ്കൾ എന്താ അങ്ങനെ ചോദിച്ചത്? നത്തിങ്. മണിശങ്കർ ഇടനാഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഡോക്ടർ ആശ്വാസപൂർവ്വം നിശ്വസിച്ചു. പക്ഷേ മനസ്സിൽ എവിടെയോ ഒരു കരട് അടിഞ്ഞിരിക്കുന്നു. എന്തോ സംശയം തോന്നിയ മാതിരിയാണ് SP നോട്ടവും ഭാവവും ഒക്കെ. രാഘവന് എന്തെങ്കിലും സംഭവിച്ചാൽ പൊടുന്നനെ ഡോക്ടർക്കൊരു ബുദ്ധി തോന്നി. മണിശങ്കർ മിടുക്കനാണ്. താൻ അകപ്പെട്ടിരിക്കുന്ന അപകടത്തിന്റെ ഭീകരാവസ്ഥ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയാലോ? എന്നാൽ പെട്ടെന്ന് തന്നെ സത്യനേശൻ അത് വേണ്ടെന്ന് വെച്ചു. തന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ എന്തെങ്കിലും അപകടം പെടഞ്ഞാൽ. പിന്നെയും 1-2 നിമിഷങ്ങൾ കഴിഞ്ഞാണ് ഡോക്ടർ മുറിക്ക് പുറത്തിറങ്ങിയത്. ഇടനാഴിയിലൂടെ രാഘവന്റെ റൂമിന് നേരെ നടക്കുമ്പോൾ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചുറ്റും നോക്കി. പോലീസുകാർ വഴിമാറി. ഡോക്ടർ വാതിലിൽ തട്ടി. പോലീസുകാരിൽ ഒരാൾ കീശയിൽ നിന്ന് താക്കോലെടുത്ത് വാതിലിന്റെ പൂട്ട് തുറന്നു. പക്ഷേ വാതിൽപ്പാളി അകത്തേക്ക് മാറിയില്ല. പോലീസുകാരന്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ ഒപ്പമുണ്ടായിരുന്ന മനുഷ്യനെയും ഡോക്ടറെയും മാറി മാറി നോക്കി. ഡോക്ടർ സത്യനേശൻ വാതിലിൽ തട്ടി വിളിച്ചു. നേഴ്സ്, വാതിൽ തുറക്ക്. 4-5 ആവർത്തി വിളിച്ചെങ്കിലും അതിനും പ്രതികരണമുണ്ടായില്ല. എല്ലാവർക്കും സംശയമായി. ഉടൻ തന്നെ പോലീസുകാർ SP മണിശങ്കരെ വിവരമറിയിച്ചു. തന്റെ മാരുതി ജിപ്സിയിലുണ്ടായിരുന്ന വയർലെസ്സിലൂടെ IG രഘുനാഥവർമ്മയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന മണിശങ്കർ കുതിച്ചെത്തി. അയാളും വാതിലിൽ തട്ടി നോക്കി. തുറക്കപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ കാത്തു നിൽക്കാനുള്ള ക്ഷമയുണ്ടായില്ല. ഒറ്റ ചവിട്ടിന് വാതിലിന്റെ കൊളുത്തുകൾക്ക് ചലനം സംഭവിച്ചു. വീണ്ടും ഒരു ചവിട്ടുകൂടി. വാതിൽപ്പാളികൾ ഇരുഭാഗത്തേക്ക് മാറി. റിവോൾവർ കയ്യിലെടുത്തുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. അവിടുത്തെ കാഴ്ച മണിശങ്കറെ ഞെട്ടിച്ചു കളഞ്ഞു. ഒഴിഞ്ഞു കിടക്കുന്ന ബെഡ്, കൈകൾ പിന്നിലേക്ക് ബന്ധിച്ച നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നേഴ്സ്, വായിൽ കുറെ തുണി തിരികെ വെച്ചിരുന്നു. മണിശങ്കർ പെട്ടെന്ന് ആ തുണി വലിച്ചു മാറ്റിയിട്ട് അലറും പോലെയാണ് ചോദിച്ചത്. അവനെവിടെ? രാഘവൻ? അവൾ ബാത്റൂമിന്റെ വാതിലിന് നേരെ നോക്കി. അതിനുള്ളിലുണ്ട്. റിവോൾവറുമായി മണിശങ്കർ അവിടേക്ക് കുതിച്ചു. അപ്പോഴേക്കും ഡോക്ടർ സത്യനേശൻ നഴ്സിനെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു. ഗ്ലൂക്കോസ് ബോട്ടിലുമായി ബന്ധിപ്പിക്കുന്ന പ്ലാസ്റ്റിക് ട്യൂബ് കൊണ്ടായിരുന്നു അവളുടെ കൈകൾ ബന്ധിച്ചിരുന്നത്. ബാത്റൂമിന്റെ വാതിലും അകത്തു നിന്നും ബന്ധിച്ചിരിക്കുകയായിരുന്നു. റിവോൾവറിന്റെ ബാരൽ കൊണ്ട് അതിൽ ആഞ്ഞു തട്ടിക്കൊണ്ട് SP മണിശങ്കർ വിളിച്ചു പറഞ്ഞു. രാഘവ, ഇറങ്ങി വരുന്നതാണ് നിനക്ക് നല്ലത്. രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നിന്നെ ഞാൻ വിടില്ല. അതിന് മറുപടി കിട്ടിയില്ല. മണിശങ്കർ കാത്തുനിന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു. രാഘവൻ വാതിൽ തുറന്നില്ല. മണിശങ്കർ റിവോൾവറിന്റെ ബാരൽ കൊണ്ട് വീണ്ടും വാതിലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഈ ഒരു വാതിലിന്റെ പറകൊണ്ട് രക്ഷപ്പെടാൻ നിനക്കാവുമെന്ന് കരുതണ്ട. ജീവനോടെ അല്ലെങ്കിൽ പോലും നിന്നെ ഞാൻ വിട്ടുകളയില്ല. എന്നിട്ടും മറുപടി ഉണ്ടായില്ല. രാഘവൻ അപകടകാരിയാണെന്നറിയാം. എന്നാലും അയാളുടെ കയ്യിൽ ഇപ്പോൾ ആയുധങ്ങളൊന്നുമില്ല. പോരെങ്കിൽ അയാൾ ക്ഷീണിതനുമാണ്. കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മണിശങ്കറിന് തോന്നി. റിവോൾവറിൽ പിടിമുറുക്കിക്കൊണ്ട് അയാൾ വാതിലിൽ ആഞ്ഞു തൊഴിച്ചു. കൊളുത്തുകൾ ഇളകി. വാതിൽപ്പാളി അകത്തേക്ക് മറിഞ്ഞു വീണു. റിവോൾവർ കരുതലോടെ പിടിച്ചുകൊണ്ട് ഒരു കാട്ടുപന്നി കണക്കെ മണിശങ്കർ അകത്തേക്ക് കുതിച്ചു കയറി. പക്ഷേ അവിടെയുമില്ലായിരുന്നു രാഘവൻ. എവിടെ പോയി? അവൻ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. പൊടുന്നനെ മണിശങ്കറിന്റെ കണ്ണുകൾ വെന്റിലേഷനിലേക്ക് പാളി വീണു. അവിടെ ഭിത്തിയിൽ കാൽപ്പാടുകൾ. അത് കണ്ടപ്പോൾ മണിശങ്കറിന്റെ നട്ടലിൽ ഒരു തരിപ്പുണ്ടായി. അതുവഴി രാഘവൻ രക്ഷപ്പെട്ടു. ആ യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ SP ബുദ്ധിമുട്ട് തോന്നി. വെന്റിലേഷന് അഴികളുണ്ടായിരുന്നില്ല. പകരം ഗ്ലാസ് പാളികൾ ചരിച്ച് പിടിപ്പിച്ചിരിക്കുകയായിരുന്നു. അവ ഊരി താഴെ വെച്ചിരിക്കുന്നത് മണിശങ്കർ കണ്ടു. മണിശങ്കർ പുറത്തേക്ക് പാഞ്ഞു. ഹോസ്പിറ്റലിന്റെ പിൻഭാഗത്ത് 1-2 ട്യൂബ് ലൈറ്റുകൾ തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. രാഘവൻ രക്ഷപ്പെട്ട വെന്റിലേഷൻ അരികിലൂടെ താഴേക്ക് പൈപ്പ് ലൈൻ. അതുവഴിയാണ് അയാൾ താഴെ എത്തിയതെന്ന് ഉറപ്പായി. മണിശങ്കർ വയർലെസ്സിലൂടെ എല്ലായിടത്തേക്കും മെസ്സേജ് നൽകി. രാത്രിയിൽ തന്നെ പോലീസ് വാഹനങ്ങൾ അലറിപ്പാഞ്ഞു. ഡോക്ടർ സത്യനേശൻ തന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. പക്ഷെ അവിടെ ആരും റിസീവർ എടുത്തില്ല. അദ്ദേഹത്തിന്റെ ഉള്ളൊന്ന് കാളി. 1-2 തവണ ഡയൽ ചെയ്തിട്ടും ആരും ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അദ്ദേഹം ധൃതിയിൽ കാറിൽ കയറി. മണിശങ്കർ വേഗം അങ്ങോട്ട് ചെന്നു.
ഡോക്ടർ എവിടെ പോകുന്നു? ഒന്ന് വീട്ടിൽ വരെ. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലുണ്ടായിരുന്ന പതർച്ച മണിശങ്കർ ശ്രദ്ധിച്ചു. വിശേഷിച്ച്? വൈഫിന് നല്ല സുഖമില്ലെന്ന് മകൾ ഫോൺ ചെയ്ത് പറഞ്ഞു. ശരി, പോയിട്ട് ഉടനെ എത്തണം. എത്താം. ഡോക്ടറുടെ കാർ ഗേറ്റ് കടക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് ഹോസ്പിറ്റൽ വളപ്പിലേക്ക് വന്നു കയറി. ഡോക്ടർ സത്യനേശിന്റെ കാൽ ആക്സിലേറ്റർ ഞെരിച്ചു. വീട്. കാർ ബ്രേക്കിട്ട് നിർത്തി. കാറിൽ നിന്നും ചാടി ഇറങ്ങുകയായിരുന്നു. ഇരുളിന്റെ ഒരു കോട്ട കണക്കെ നിൽക്കുകയാണ് വീട്. പ്രകാശത്തിന്റെ തരി പോലുമില്ല. ശാരദേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം വാതിൽക്കിലേക്ക് ഓടി. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. വിസിറ്റിംഗ് റൂമിൽ സ്വിച്ചിനരികിലേക്ക് അദ്ദേഹം നീങ്ങിയതും വെളിച്ചം പരന്നതും ഒന്നിച്ചായിരുന്നു. ഡോക്ടർ സത്യനേശൻ കിടുങ്ങിപ്പോയി. മുന്നിൽ അയാൾ, ശൂലാകൃതിയിലുള്ള കമ്മൽ ധരിച്ചവൻ. അയാളുടെ കയ്യിലുണ്ടായിരുന്ന റിവോൾവർ ഡോക്ടറുടെ നെറ്റിയിൽ അമർന്നു. അതിനിടെ തനിക്ക് പിന്നിൽ വാതിലടയപ്പെട്ടതും ഡോക്ടർ അറിഞ്ഞു. കമൽദാരി ശബ്ദമില്ലാതെ ചിരിച്ചു. ഡോക്ടർക്ക് വിജയിക്കാനായില്ല അല്ലേ? രാഘവൻ രക്ഷപ്പെട്ടു. എന്റെ ഭാര്യ, മക്കൾ? ഡോക്ടർ ഉദ്യോഗത്തോടെ തിരക്കി. ഈ ഒരു തിടുക്കം നിങ്ങൾ രാഘവന്റെ കാര്യത്തിൽ കാട്ടിയിരുന്നെങ്കിൽ അവൻ ഒരിക്കലും രക്ഷപ്പെടില്ലായിരുന്നു. ഇനി ഞാൻ പറയുന്നത് അനുസരിച്ചാ നിങ്ങൾക്ക് ഒരു വട്ടം ഭാര്യയെയും മക്കളെയും കാണാം. ഇരിക്കവിടെ. റിവോൾവർ മുനയിൽ അയാൾ സത്യനേശനെ സെറ്റിയിലിരുത്തി. അപ്പോൾ അകത്തെ മുറിയിൽ എവിടെയോ നിന്ന് ആരോ മാന്തി പറിക്കുന്നത് പോലെ പെൺകുട്ടികളിൽ ആരുടെയോ ഞരക്കം കേട്ടു. ഡോക്ടർ സത്യനേശൻ എണീക്കാൻ ഭാവിച്ചതും അയാളുടെ ചുരുട്ടിയ കൈത്തലം ഒരു ഉൽക്കയായി മുഖത്തു പതിഞ്ഞു. സത്യനേശൻ നിലവിളിച്ചു ഉറക്കെ. പതുക്കെ. പറയുന്നത് അനുസരിക്കാത്തവർക്ക് ഞാൻ നൽകാറുള്ളത് കടുത്ത ശിക്ഷകളാണ്. ഉടൻ ഒരാൾ ഒരു കടലാസും പേനയുമായി വന്നു. തന്റെ ലെറ്റർ പാഡാണ് അതെന്ന് ഡോക്ടർ കണ്ടു. ഒരു ടീപ്പോയ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് നീക്കിയിട്ടിട്ട് അയാൾ കടലാസും പേനയും അതിൽ വെച്ചു. ഇനി ഞാൻ പറയുന്നത് പോലെ ഈ കടലാസിൽ എഴുതുകയാണ് ഡോക്ടറുടെ ജോലി. കമൽദാരി റിവോൾവർ കൈവിരലുകൾക്കിടയിലിട്ട് പമ്പരം പോലെ കറക്കി. ഡോക്ടർ സത്യനേശൻ നിസ്സഹായനായിരുന്നു. നേരം പുലരാറായിട്ടും സത്യനേശൻ ആശുപത്രിയിൽ മടങ്ങിയെത്തിയില്ല. മണിശങ്കർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സത്യനേശന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികത തോന്നിയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒന്നുകൂടി കാണണമെന്ന് മണിശങ്കറിന് തോന്നിയത്. ഡോക്ടർ മടങ്ങിയെത്താൻ വൈകിയപ്പോൾ ഫോൺ ചെയ്യുന്നതിന് പകരം ഒരു അറ്റൻഡറെയും ജീപ്പിൽ കയറ്റി മണിശങ്കർ നേരെ ഡോക്ടറുടെ വസതിയിലേക്ക് പോയി. അവിടെ എത്തുമ്പോൾ ഡോക്ടറുടെ കാർ പുറത്തു കിടക്കുന്നത് കണ്ടു. വീടിനകത്തും പുറത്തുമൊക്കെ വെളിച്ചമുണ്ട്. പ്രധാന വാതിൽ തുറന്നു കിടക്കുന്നു. വീടിനുള്ളിൽ നിന്നും നേരിയ ശബ്ദത്തിൽ ഒരു ഭക്തിഗാനം കേൾക്കാം. കൊച്ചു വെളുപ്പം കാലത്തും ഡോക്ടർ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് പെറുപെറുത്തുകൊണ്ട് മണിശങ്കർ കെയിൻ നീട്ടി ബെൽ സ്വിച്ചിൽ അമർത്തി. നിമിഷങ്ങൾ പിന്നിട്ടിട്ടും ആരും വന്ന് വാതിൽ തുറന്നില്ല. മണിശങ്കർ അകത്തേക്ക് കയറി. പിന്നാലെ അറ്റൻഡറും. വിസിറ്റിംഗ് റൂമിൽ സെറ്റിയിൽ ചാരിയിരിപ്പുണ്ടായിരുന്നു ഡോക്ടർ സത്യനേശൻ. കണ്ണടച്ചിരിക്കുകയാണ്. തൊട്ടു മുന്നിലെ ടീപ്പോയിൽ ടേപ്പ് റെക്കോർഡർ. ഡോക്ടർ സംഗീതം ആസ്വദിക്കുകയാണോ അതോ പ്രാർത്ഥനയിൽ മുഴുകിയതോ? മണിശങ്കറിന് വല്ലാത്ത ദേഷ്യം വന്നു. നൈറ്റ് ഡ്യൂട്ടിയുള്ള ഡോക്ടറാണ് ഇവിടെ വന്നിരിക്കുന്നത്, അതും കോളിളക്കം സൃഷ്ടിച്ച സംഭവം നടന്നതിന് ശേഷം. ഡോക്ടർ! ആ വിളിയിൽ അല്പം കാഠിന്യം കലർന്നിരുന്നു. പക്ഷേ മണിശങ്കർ ടേപ്പ് റെക്കോർഡർ ഓഫ് ചെയ്തു. അപ്പോൾ ഒരു കത്ത് കണ്ടു. ഒറ്റ നോട്ടത്തിൽ കാണത്തക്ക വിധത്തിൽ അത് ടേപ്പ് റെക്കോർഡറിന് അടിയിലായി വെച്ചിരിക്കുകയായിരുന്നു. മണിശങ്കർ അതെടുത്തു. ഏതാനും വാചകങ്ങൾ. എൻ്റെ ഭാര്യയെയും മക്കളെയും ഞാൻ കൊന്നു. ഞാനും അവരുടെ പിന്നാലെ പോവുകയാണ്. ഞങ്ങളുടെ മരണത്തിൽ മറ്റാർക്കും യാതൊരു പങ്കുമില്ല. സത്യനേശൻ. ഇത്രയും മാത്രമേ അതിലെഴുതിയിരുന്നുള്ളൂ. ഡോക്ടർ! മണിശങ്കർ അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചു. പക്ഷേ ആ ശരീരം ഐസ് പോലെ തണുത്തിരുന്നു. മണിശങ്കർ അറ്റൻഡറെ നോക്കി. അയാൾ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. മണിശങ്കർ അകത്തേക്ക് ഓടി. അവിടെ ഒരു കിടക്കയിൽ തന്നെ ഉണ്ടായിരുന്നു ഡോക്ടറുടെ ഭാര്യയും പെൺമക്കളും. പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾക്ക് സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ട്. SP ധൃതിയിൽ ഫോണിനടുത്തേക്ക് നീങ്ങി. കിഴക്കൻ മാനത്ത് സൂര്യന്റെ ആദ്യ കിരണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേക്കും രാഘവൻ തന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു. നാൻസി, നാൻസി! പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. പ്രതികരണമൊന്നും ഉണ്ടായില്ല. വീട് പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ് പോലീസ്. താൻ രക്ഷപ്പെട്ട വിവരം ഇപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാകും. തീർച്ചയായും പോലീസ് ഇവിടം നിരീക്ഷണ വിധേയമാക്കും. രാഘവൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് തൊട്ടടുത്ത വീടിന്റെ മുറ്റത്തേക്ക് കയറിയത്.
നാൻസിയും വിദ്യുജമോളും എവിടെ പോയി എന്നറിയണം. വാസുചേട്ടാ, വാസുചേട്ടാ! വാതിലിൽ തട്ടിക്കൊണ്ടാണ് വിളിച്ചത്. രണ്ടാമത്തെ വിളിക്ക് പ്രതികരണമുണ്ടായി. ആരാ അത്? ഒപ്പം ലൈറ്റ് തെളിഞ്ഞു. ഞാനാ ചേട്ടാ, വാതിലൊന്ന് തുറന്നേ. പറയുന്നതിനിടയിൽ അയാൾ ചുറ്റും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സമീപത്ത് ഒരു ഇലയെങ്കിലും അനങ്ങുന്നുണ്ടോ? ആരാണെന്ന് പറ. വാതിലിനരികിൽ നിന്ന് വാസുചേട്ടന്റെ ശബ്ദം. ചേട്ടൻ ബഹളമുണ്ടാക്കരുത്, ഞാൻ രാഘവനാണ്. ഒരു കാര്യം അറിഞ്ഞിട്ട് ഉടനെ പോയിക്കൊള്ളാം. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. അയാൾ അകത്ത് കയറി വാതിൽ ചാരിയിട്ട് അതിൽ ചേർന്ന് നിന്നു. വാസുചേട്ടൻ രാഘവനെ അടിമുടി ഒന്ന് നോക്കി. അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ എണീറ്റ് വന്നു. നീ ഇപ്പോഴെങ്ങനെ വന്നു രാഘവ? പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണ്. അവർ ഏതു നിമിഷവും എന്നെ വീണ്ടും അകത്താക്കിയേക്കാം. ഞാൻ ഉടൻ പൊക്കോളാം. എന്റെ നാൻസിയും ഇന്ദുജമോളും എവിടെയാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. വാസുചേട്ടനും ഭാര്യയും മുഖാമുഖം നോക്കി. പെട്ടെന്ന് അവരുടെ മുഖങ്ങളിൽ ഒരു വല്ലാത്ത ഭാവമാറ്റമുണ്ടായി. ആരും ഒന്നും പറഞ്ഞില്ല. എന്താ ചേട്ടാ മിണ്ടാത്തത്? രാഘവ, അത്... അയാളുടെ നെറ്റി ചുളിഞ്ഞു. ഹൃദയത്തിൽ അവ്യക്തമായൊരു നടുക്കം തങ്ങി നിന്നു. എന്തായാലും പറഞ്ഞോളൂ ചേട്ടാ, എന്തും പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നാൻസിയെക്കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ മോള്... രാഘവൻ ഉദ്വേഗം പൂണ്ടു. ഇനി കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കേണ്ട രാഘവ. അവൾ നമ്മളെ വിട്ടു പോയി. ചേട്ടാ! അറിയാതെ ഉയർന്നുപോയി അയാളുടെ ശബ്ദം. ഹൃദയം തേങ്ങി. പറ, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? അയാളുടെ കൺകോണുകളിൽ 2 കണ്ണീർ തുള്ളികൾ ഉരുണ്ടുകൂടി. രാഘവ, പതുക്കെ. പോലീസ് വന്നാൽ ഞങ്ങളും അപകടത്തിലാകും. വിന്ദുജമോൾക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല. മിനിഞ്ഞാന്ന് രാവിലെ നാൻസിയെ പുറത്തെങ്ങും കണ്ടില്ല. അപ്പുറത്ത് സരോജമാണ് എന്തിനോ അവിടേക്ക് ചെന്നത്. അവളുടെ നിലവിളി കേട്ട് ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോൾ തൊട്ടു മുന്നിൽ ഇപ്പോഴും ആ രംഗം കാണുന്നത് പോലെ വാസുചേട്ടന്റെ സ്വരം വിറച്ചു. ചോരയെ കുളിച്ച് കിടക്കുകയായിരുന്നു ഇന്ദുജമോൾ. നാൻസിയെ അവിടെ എങ്ങും കണ്ടതുമില്ല. എന്നിട്ട് അവളെവിടെ? നാൻസിയെക്കുറിച്ച് ഒന്നും അറിയില്ല. രാത്രിയിൽ അവിടെ ഏതോ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടിരുന്നു. ബിന്ദുജയുടെ ശരീരം പോലീസുകാർ കൊണ്ടുപോയി ഗവൺമെന്റ് ആശുപത്രിയിലെ മോർച്ചറിയിൽ. രാഘവൻ മുഴുവനും കേട്ടില്ല. ആ മുറി തനിക്ക് ചുറ്റും വട്ടം കറങ്ങുകയാണെന്ന് അയാൾക്ക് തോന്നി. തറയിൽ വീഴാതിരിക്കാനായി രാഘവൻ വാതിലിൽ അള്ളി പിടിച്ചു. അപ്പോൾ ഒരു വാഹനം ബ്രേക്കിട്ട് നിർത്തുന്ന ശബ്ദം കേട്ടു. തറയിൽ ബൂട്ടുകൾ ഞെരിഞ്ഞമർന്നു. രാഘവ! നിലവിളി പോലെയായിരുന്നു വാസുചേട്ടന്റെ ശബ്ദം. മറ്റേതോ ലോകത്തു നിന്നും എന്നതുപോലെയാണ് രാഘവൻ നടുങ്ങി ഉണർന്നത്. തന്നെ ഗ്രസിക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് അയാൾക്ക് ബോധ്യമായി. പുറത്ത് നിറയെ പോലീസുകാരാണെന്ന് തോന്നി. കരിയിലകൾ ഞെരിഞ്ഞമരുന്നു. ചെറുകമ്പുകൾ ഒടിഞ്ഞു തകരുന്നു. എന്തിനാ രാഘവ നീ ഇങ്ങോട്ട് തന്നെ വന്നത്? അതുകൊണ്ടിപ്പോ ഞങ്ങളും അപകടത്തിലായില്ലടാ. അയ്യോ, പോലീസുകാരുടെ ഇടിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ വയ്യായേ. വാസുചേട്ടൻ ഇപ്പോൾ നിലവിളിക്കുമെന്ന് തോന്നി. ചേട്ടൻ ദയവായി ബഹളം ഉണ്ടാക്കരുത്. പോലീസ് വന്ന് ചോദിച്ചാൽ എന്നെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. അതെങ്ങനാ രാഘവ? വാസുചേട്ടൻ പൂർത്തിയാക്കും മുമ്പ് രാഘവൻ അകത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. ആ നിമിഷം വാതിലിൽ മുട്ടുകേട്ടു. വാസുചേട്ടൻ വിറയ്ക്കാൻ തുടങ്ങി. തുറക്കടാ വാതിൽ! പുറത്ത് കനത്ത ശബ്ദം. അയാൾ ഭാര്യയെ നോക്കി. വാതിൽ തുറക്കാൻ അവൾ ആംഗ്യം കാട്ടി. വിറയ്ക്കുന്ന കൈകളോടെയാണ് അയാൾ കൊളുത്തു നീക്കിയത്. മുന്നിൽ പോലീസിന്റെ വ്യൂഹം. എന്തിയടാ അവൻ? SI കത്തുന്ന ശബ്ദത്തിൽ തിരക്കി. ആര്? രാഘവൻ. അയ്യോ, അയാൾ ഇന്നലെ രാവിലെ പോലീസുകാർ കൊണ്ടുപോയതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഭാര്യ രംഗത്തെത്തിയതിനാൽ വാസുചേട്ടൻ രക്ഷപ്പെട്ടു. ഇപ്പോ അവൻ ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല സാറേ. SI അവളെ അടിമുടി ഒന്ന് നോക്കി. പിന്നെന്തിനാ വെളുപ്പിന് ലൈറ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിന്നത്? പിള്ളേര് പഠിക്കാൻ എണീറ്റതാ. അപ്പോ കടുങ്കാപ്പിയിടാൻ ഞാനും. ഇത് ഞാനാണേ വെളുപ്പാൻ കാലത്തൊരു കാപ്പി കിട്ടിയില്ലെങ്കിൽ കക്കൂസി പോകാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. ചീ, നിർത്തടി, അവിടെ ഓരോ വിശേഷങ്ങള്. SI പിന്തിരിഞ്ഞു. അഥവാ രാഘവൻ ഈ വഴി എങ്ങാനും വന്നാ ഉടനെ ഞങ്ങളെ വിവരം അറിയിക്കണം. അറിയിക്കാമേ. പോലീസ് സംഘം മടങ്ങി. നേരം പ്രഭാതമായി. എന്തു വേണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു വാസുചേട്ടന്. രാഘവൻ മുറിക്കുള്ളിലുണ്ട്. ആരെങ്കിലും ഈ വിവരം അറിഞ്ഞു പോയാൽ കൊഴിഞ്ഞതു തന്നെ. അയാൾ അകത്തേക്ക് ചെന്നു. മുറിയുടെ മൂലയിൽ ഭിത്തിയും ചാരിയിരിക്കുകയായിരുന്നു രാഘവൻ.
ഏതായാലും ഇത്തവണ നീ രക്ഷപ്പെട്ടു. അതും സാവിത്രിയുടെ മിടുക്കുകൊണ്ട്. പക്ഷെ ഇനി പോലീസ് വരും. വാസുചേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് രാഘവന് മനസ്സിലായി. ചേട്ടൻ വിഷമിക്കണ്ട, ഞാൻ പൊയ്ക്കോളാം. നേരം വെളുത്തു. നിന്നെ ആരെങ്കിലും കാണത്തില്ലേ? കണ്ടാലും വേണ്ടില്ല. ഞാൻ കാരണം മറ്റാരും അപകടത്തിലാവരുത്. അപ്പോഴേക്കും സാവിത്രി അങ്ങോട്ട് വന്നു. ഏതായാലും ഇത്രയുമായി രാഘവ. പകൽ സമയത്ത് പോയാൽ നിന്നെ പോലീസുകാർ കണ്ടുപിടിക്കും. സന്ധ്യ കഴിഞ്ഞിട്ട് പോയാൽ മതി. മനസ്സിനുള്ളിൽ ഒരു മഞ്ഞുതുള്ളി വീഴുന്നതായിട്ടാണ് രാഘവന് അനുഭവപ്പെട്ടത്. നീ എന്താ സാവിത്രി ഈ പറയുന്നത്? വാസുചേട്ടൻ ഭാര്യയെ തുറച്ചു നോക്കി. രാഘവൻ കൊലയാളി ആണേലും അല്ലേലും നമ്മളായിട്ട് അവനെ അപകടത്തിലേക്ക് തള്ളിവിട്ടുകൂടാ. ഇത്രയും പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോയി. തൊട്ടു പിന്നാലെ വാസുചേട്ടനും. രാഘവൻ അവിടെ കിടന്ന ഒരു കസേരയിലിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ സാവിത്രി ഒരു ഗ്ലാസ് കാപ്പി കൊണ്ടുവന്നു. ആ കട്ടിലിട്ട് അങ്ങ് കിടന്നോ രാഘവ, ക്ഷീണം കാണുമല്ലോ. അയാളൊന്ന് മൂളി. കാപ്പി ആർത്തിയോടെ കുടിച്ചു. മനസ്സു നിറയെ മോളായിരുന്നു. ഒന്ന് താലോചിച്ച് കൊതി തീരും മുമ്പ് അത് ഓർക്കാൻ തന്നെ അയാൾക്ക് കഴിഞ്ഞില്ല. ഹൃത്തടം വിണ്ടു കീറുകയാണ്. പൊന്നുമോളെ, അച്ഛൻ വലിയ പെട്ടിയും പുത്തനെടുപ്പൊക്കെ ആയിട്ട് വരുമെന്നായിരുന്നു അവളുടെ വിചാരം. കയ്യും വീശി താൻ ചെന്നിട്ടും അവൾക്ക് എന്തൊരാനന്ദമായിരുന്നു. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമായിരുന്നെങ്കിൽ എന്ന് രാഘവൻ കൊതിച്ചുപോയി. എന്താണ് ഉണ്ടായതെന്ന് അയാൾ ചിന്തിച്ചു നോക്കി. യാതൊരു പിടിയും കിട്ടിയില്ല. പകൽ നേരത്ത് 4-5 തവണ പോലീസ് ആ പരിസരങ്ങളിലൂടെ വന്നുപോയി. സന്ധ്യയായി. അത്താഴവും കൊടുത്തിട്ടാണ് സാവിത്രി രാഘവനെ യാത്രയാക്കിയത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ചേച്ചി. അത് പറയുമ്പോൾ അയാളുടെ മിഴികളിൽ നനവ് പടർന്നിരുന്നു. ഇനി ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി രാഘവ. അതിലും വലിയ പുണ്യമൊന്നും ഞങ്ങൾക്കായി നീ ഇനി ചെയ്യാനില്ല. അത് കേട്ടുകൊണ്ട് നിന്ന വാസുചേട്ടൻ പറഞ്ഞു. രാഘവന്റെ ചുണ്ടിൽ ഒരു വിളറിയ ചിരിയുണ്ടായി. ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് അയാൾ ഇരുളിലേക്ക് ഇറങ്ങി. ഗവൺമെന്റ് ആശുപത്രി. സമയം 11:30. ആശുപത്രിയിൽ നിന്ന് 100 മീറ്ററോളം അകലെ മാറി ഒറ്റപ്പെട്ട് കിടക്കുന്ന കെട്ടിടമായിരുന്നു മോർച്ചറി. ഒരു ട്യൂബ് ലൈറ്റ് അതിനു മുന്നിൽ കത്തി നിൽപ്പുണ്ട്. കനത്ത നിശബ്ദത. ഇടയ്ക്ക് എവിടെയോ ഒരു ചാവാലിപ്പട്ടിയുടെ മോങ്ങലൊഴിച്ചാൽ മറ്റൊന്നും കേൾക്കാനില്ല. മോർച്ചറി വരാന്തയിൽ ഒരു ഡസ്ക് കിടപ്പുണ്ട്. അതിൽ ഒരു വശം ചെരിഞ്ഞു കിടന്ന് ബീഡി വലിക്കുകയായിരുന്നു റപ്പായി. വലതുകൈ മടക്കി തലയിണയ്ക്ക് പകരം തലക്കീഴിൽ വച്ചിട്ടുണ്ട്. 10 വർഷത്തോളമായി റപ്പായി ഈ മോർച്ചറിയുടെ കാവൽക്കാരനായിട്ട്. റപ്പായിക്കരിയിൽ 3 ബാറ്ററിയുടെ ഒരു ടോർച്ചും ഇരിപ്പുണ്ട്. 50 കഴിഞ്ഞ മെല്ലിച്ചുണങ്ങിയ ഒരു രൂപം. അതാണ് റപ്പായി. നായി ഒരിക്കൽ കൂടി ഊരിയിട്ടു. റപ്പായി എരിഞ്ഞു തീർന്ന ബീഡി വലിച്ചെറിഞ്ഞു. നല്ല തണുപ്പുണ്ട്. ഒരു ബീഡി കൂടി കത്തിച്ചാലോ എന്നയാൾ ചിന്തിച്ചപ്പോഴേക്കും നന്നായി ചുമയ്ക്കാൻ തുടങ്ങി. റപ്പായി എണീറ്റിരുന്ന് ചുമച്ചു. പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നീട്ടിത്തുപ്പി. പിന്നിൽ ഒരു നിഴൽ അനങ്ങിയതുപോലെ തോന്നി. അയാൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. അവ്യക്തമായൊരു ശബ്ദം അയാളിൽ നിന്ന് ഉയർന്നു. അവിടെ ഒരു മനുഷ്യൻ. അയാൾ റപ്പായി തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്, ഒരു പ്രതിമ കണക്കെ. റപ്പായിക്ക് എന്തോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഭയം കാരണം ശബ്ദം പുറത്തു വന്നില്ല. ഒന്ന് അലറിക്കരഞ്ഞാൽ പോലും അവിടേക്ക് ആരും വരാനില്ല. മോർച്ചയുടെ ഭാഗത്തേക്ക് ആരും തിരിഞ്ഞു നോക്കാറ് പോലുമില്ല, പ്രത്യേകിച്ച് രാത്രിയിൽ. നിങ്ങൾ ഭയക്കണ്ട, ഞാൻ പ്രേതമൊന്നുമല്ല, ആ മനുഷ്യൻ പറഞ്ഞു. അയാൾ വെളിച്ചത്തിലേക്ക് വന്നു. നിങ്ങൾ ആരാണ്? റപ്പായി പതർച്ചയോടെ തിരക്കി. എൻ്റെ പേര് പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. പിന്നെ വന്ന കാര്യം പറയാം. ഈ മോർച്ചറിക്കുള്ളിൽ എൻ്റെ മകളുണ്ട്. റപ്പായി ഒന്ന് കിടുങ്ങി. രാഘവൻ? അയാൾ പറഞ്ഞുപോയി. അതെ, രാഘവൻ തന്നെ. റപ്പായി ചുറ്റും നോക്കി. ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ. താൻ ഇറങ്ങി ഓടിയാലും പ്രയോജനമില്ല, ഇയാൾ തന്നെ പിടികൂടും. അപ്പോൾ രാഘവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മോളെ കാണണം. ആ ശരീരം അടക്കം ചെയ്യണം. ഫോർമാലിറ്റികൾ പലതുമുണ്ടെന്നറിയാം. അതിനൊന്നും ഇപ്പോൾ എനിക്ക് കഴിയില്ല. താൻ വാതിൽ തുറക്ക്. ഇല്ല ഇല്ല. പാൻറ്റിൻ്റെ കീശയിൽ കൈ അമർത്തിക്കൊണ്ട് റപ്പായി പിന്നോട്ട് മാറി. രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കരുത്. രാഘവൻ ഒരു കത്തിയെടുത്ത് കാണിച്ചു. കൊലപാതകം എനിക്ക് പുത്തരിയല്ലെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് നിങ്ങളെ കൊല്ലണമെന്നില്ല. ആ വാക്കുകളിൽ മറഞ്ഞിരുന്ന മുന്നറിയിപ്പ് വൃദ്ധനെ ഞെട്ടിച്ചു. രാഘവൻ കൈനീട്ടി. താക്കോലിങ്ങതാ. അറിയാതെ റപ്പായി താക്കോൽ എടുത്ത് കൊടുത്തുപോയി. രാഘവനാണ് വാതിൽ തുറന്നത്. താനും കൂടി അകത്തേക്ക് കയറ്. അനുസരിക്കാതിരിക്കാൻ അയാൾക്കായില്ല. ഇരുവരും അകത്ത് കയറി.
വാതിലടച്ച് കൊളുത്തിട്ടു. നിരത്തിയിട്ടിരിക്കുന്ന മേശകൾ, അവയിൽ 2-3 മൃതദേഹങ്ങൾ മൂടി പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നു. രാഘവൻ തിരിഞ്ഞ് റപ്പായിയെ നോക്കി. അയാൾ മുന്നോട്ട് നീങ്ങി. ഒരു മൃതദേഹത്തിന്റെ ശിരസിൽ നിന്നും തുണി പതിയെ താഴേക്ക് മാറ്റി. ബിന്ദുജമോൾ. കുഞ്ഞിക്കണ്ണുകൾ കൂമ്പി അടഞ്ഞിരിക്കുന്നു. ഉറങ്ങുകയാണെന്നേ തോന്നും. അതുവരെ സംഭരിച്ച ധൈര്യമെല്ലാം രാഘവന് ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു. മോളെ! മറ്റെല്ലാം മറന്ന് അയാൾ മുന്നോട്ട് കുതിച്ചു. മൃതദേഹത്തിന്റെ ശിരസുയർത്തി നെഞ്ചോട് ചേർത്തു. അച്ഛൻ്റെ പൊന്നു മോളെ! ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടിട്ടുള്ള റപ്പായി പോലും ആ കാഴ്ച കണ്ടു നിൽക്കാനാകാതെ തല കുനിച്ചു കളഞ്ഞു. രാഘവൻ ബിന്ദുജമ്മോളുടെ ശവശരീരം ഉയർത്തി തോളിലിട്ടു. പോകുകയാണോ? റപ്പായി തിരക്കി. എൻ്റെ ജോലിയും ഇതോടുകൂടി തീരുകയാ. രാഘവൻ ഒരു നിമിഷം എന്തോ ചിന്തിച്ചു നിന്നിട്ട് മകളുടെ ശരീരം വീണ്ടും മേശയിൽ കിടത്തി. റപ്പായിയെയും ഒരു മേശയിൽ കിടത്തി. ഒരു ശവശരീരത്തിൽ നിന്നും തുണി വലിച്ചെടുത്ത് പലതായി കീറി. അതുകൊണ്ട് റപ്പായിയെ ബന്ധിച്ചു. ഇനി വരുന്നവരോട് പറഞ്ഞാൽ മതി, തന്നെ ബന്ധിച്ചിട്ട് ഞാൻ മോളുടെ ശവശരീരവുമായി കടന്നു കളഞ്ഞെന്ന്. അതോടെ തന്നെ ആരും സംശയിക്കില്ല. റപ്പായി തലയനക്കി. രാഘവൻ കുറച്ച് തുണി അയാളുടെ വായിലും തിരുകി. ഇപ്പോൾ പൂർണ്ണമായി. മകളുടെ ശരീരം ഉയർത്തി വീണ്ടും തോളിലിട്ടപ്പോൾ വെടികൊണ്ട ഭാഗം വേദനിച്ചു. അത് കാര്യമാക്കിയില്ല. ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് പുറത്തേക്കിറങ്ങിയത്. സുരക്ഷിതം എന്ന് തോന്നിയ ഒരു ഭാഗത്ത് രാഘവൻ എത്തുമ്പോൾ നേരം പുലരാൻ അധിക നേരമില്ലായിരുന്നു. സർക്കാർ വക പുറമ്പോക്കായിരുന്നു ആ സ്ഥലം. കാളപ്പുല്ലുകളും കുറ്റിക്കാടുകളും കൊണ്ട് നിറഞ്ഞ സ്ഥലം. പകൽ പോലും അങ്ങനെ ആരും അവിടേക്ക് വരാറില്ല. മകളുടെ ശരീരം അയാൾ തറയിൽ കിടത്തി. വല്ലാതെ തളർന്നു പോയിരുന്നു രാഘവൻ. വെടികൊണ്ട ഭാഗത്ത് വേദന അധികരിച്ചിരിക്കുന്നു. അയാൾ ഒരു പിക്കാസ് കരുതിയിരുന്നു. അതുകൊണ്ട് മണ്ണ് കിളയ്ക്കുവാൻ തുടങ്ങി. കിളച്ച മണ്ണ് കൈകൊണ്ട് നീക്കിക്കളഞ്ഞു. ചുറ്റും പ്രകാശം പരന്നു തുടങ്ങി. വിയർപ്പിൽ രാഘവന്റെ വസ്ത്രങ്ങൾ കുതിർന്നു. ബാൻഡേജ് ചെയ്തിരുന്ന മുറിവിൽ ചോര കിനിഞ്ഞു. കുഴി പൂർത്തിയായി. രാഘവൻ മകൾക്ക് അന്ത്യചുംബനം നൽകി. പിന്നെ കുഴിയിലേക്ക് ഇറക്കി വെച്ചു. പൊന്നുമോളെ വിടാ. മണ്ണ് കുഴിയിലേക്ക് നീക്കിയിടുമ്പോൾ അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ആ രംഗം കാണാനുള്ള കരുത്തില്ലാതെ കുഴി മൂടി. മുഖത്തെ വിയർപ്പ് വടിച്ചെറിഞ്ഞ് രാഘവൻ തലയുയർത്തി. അപ്പോൾ കാളപ്പുല്ലുകൾക്കിടയിലൂടെ അയാൾ ബാലസൂര്യന്റെ മുഖം കണ്ടു. സൂര്യനെ നോക്കി പ്രതിജ്ഞ ചെയ്യും പോലെ അയാളുടെ മനം മന്ത്രിച്ചു. തുടങ്ങുകയാണ് ഞാൻ. എൻ്റെ മോളുടെ കുഴിമാടത്തിൽ നിന്നും ജീവനിൽ ഒരു തുടിപ്പ് ബാക്കി നിൽക്കുകയാണെങ്കിൽ അവന്മാരെ എല്ലാം ഞാൻ കണ്ടെത്തും. ചോരയിൽ തുടക്കം കുറിച്ചവർക്ക് ചോര കൊണ്ട് തന്നെ മറുപടി. എല്ലാം കഴിഞ്ഞ് ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ വരും, എൻ്റെ മോളോട് യാത്ര പറയുവാൻ. സത്യം. സൂര്യൻ രാഘവന്റെ കണ്ണുകളിൽ 2 അഗ്നിപൊട്ടുകളായി. അവ ജ്വലിക്കാൻ തുടങ്ങി. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.